കൊക്രോച്ചസ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് ചെറുപ്പക്കാരെ ആകെയാണ്. യാതൊരു ജോലി സ്ഥിരതയില്ല. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ കള്ളത്തരം കാണിച്ചു എന്ന് പിടിച്ചാൽ പോലും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അന്വേഷണത്തിനകത്ത് ക്ലീൻ ചിറ്റ് നൽകിയത് കൊണ്ട് 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. വെറുതെ ആത്മഹത്യ ചെയ്തതാണോ? അരാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് ഇവരെ പുച്ഛിച്ചായിരുന്നു. പിന്നീട് RSS ബാക്കിംഗ് ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ CJP സമരം തുടരുന്ന ഒടുവിൽ CPM-ന്റെ കേരളത്തിലെ പ്രധാന നേതാക്കൾ എത്തുന്നു. അല്ല, കേരളത്തിലെ നേതാക്കൾ പുച്ഛിച്ചതാണോ? അതെ, പൊതുവെ ഇത് വളരെ ജെന്യുവനായിട്ടുള്ള ഒരു കോസാണ്. എല്ലാവരും ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. നേരത്തെ തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. മറ്റ് നേതാക്കന്മാരും വന്നിരുന്നു. ഞങ്ങളിപ്പോൾ ബാലഗോപാൽ പഴയ SFI അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഞങ്ങളും SFIയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കേണ്ട നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ഗൗരവമായ പ്രശ്നം തുടർച്ചയായിട്ട് വീഴ്ചകൾ വരുന്നു. നീറ്റിൻ്റെ വീഴ്ച വന്നു, നെറ്റിൻ്റെ വീഴ്ച വന്നു, CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ പുതിയ സ്കീം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ അസ്വസ്ഥതകൾ വന്നു. എന്നിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാനായിട്ട് മന്ത്രി തയ്യാറായില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം നിരാകാരമാണെങ്കിൽ 15 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ഈ സമരത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരസ്ഥലം കൂടി സന്ദർശിച്ച് കേരളത്തിൻ്റെതായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. കേരള നിയമസഭയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒറ്റക്കെട്ടായി നീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയവും പാസ്സാക്കിയിട്ടുണ്ട്. മുൻപ് വിദ്യാർത്ഥികളായിരുന്ന സമയത്തും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന സമയത്തും ധാരാളം സമരങ്ങളിൽ വന്നിട്ടുണ്ട്. ഇടക്കാലത്ത് അരാഷ്ട്രീയവാദം വരുന്നു, വിദ്യാർത്ഥികളൊന്നും ഇതിൽ സജീവമല്ല എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ വന്നെങ്കിലും ഇപ്പം കാണുന്ന കാര്യം എന്താ? ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും മുന്നേ വരുന്നത്. സ്റ്റുഡൻസ് വളരെ സജീവമാണ്. സ്റ്റുഡൻസ് പലയിടത്തുനിന്നും വന്ന് ചേരുന്നതാണ്. അപ്പോൾ ഇതിനൊരു അർത്ഥമുണ്ട്. ഇന്ത്യയിൽ ഈ BJP ഗവൺമെൻറ് എന്തെല്ലാം വർഗീയത പറഞ്ഞ ആളുകളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കെതിരായിട്ടുള്ള സത്യസന്ധമായ വിഷയങ്ങൾ ഉയർന്നു വരും. ഒരു വശത്തുകൂടി ഇപ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പോൾ കൊക്രോച്ചസ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് ചെറുപ്പക്കാരെ ആകെയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥികളാണ് മുൻകൈ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരെടുത്തു. ഇപ്പം കേരളത്തിലുൾപ്പെടെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ആളെ പിരിച്ചുവിടുന്ന വാർത്തകൾ വായിക്കുകയാണ്. മീഡിയ രംഗവും ഒക്കെ ഇതിൽ അപവാദമൊന്നുമല്ല. എല്ലാ മേഖലയിലും യാതൊരു ജോലി സ്ഥിരതയില്ല. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ കള്ളത്തരം കാണിച്ചു എന്ന് പിടിച്ചാൽ പോലും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വർഗീയതയുടെ പച്ചയിലാണ് ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടാണ് BJP ഗവൺമെൻറ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മോഡി ഗവൺമെൻറ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങളത് വിടില്ല. നേരത്തെ കർഷക സമരം വന്ന് ഇതുപോലെ തന്നെയാണ്, സ്പോണ്ടേനിയസായി വന്നതാണ് എന്ന് കരുതി വലിയ സമരമായി മാറി. ഇതും ഇന്ത്യയിലാകെ ഈ അസ്വസ്ഥതയുണ്ട്. BJPയുടെ ഭരണം അങ്ങേയറ്റം ജനവിരുദ്ധമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഈ സമരത്തിൻ്റെ ഗതി അതാണ് കാണിക്കുന്നത്. ഈ ഇഷ്യൂ എന്താണെന്നുള്ളതാണ്. ആര് സംഘടിപ്പിക്കും എന്നുള്ളതല്ല, ഇഷ്യൂസ് വളരെ സീരിയസ് ആണ്. അത് കേരള നിയമസഭ ഉൾപ്പെടെ നമ്മൾ യുനാനിമസായ പ്രമേയം പാസ്സാക്കിയിരുന്നല്ലോ ഈ നീറ്റിൻ്റെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ വലിയ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന പല ചലനങ്ങളിൽ ഒരു പ്രധാന ചലനം തന്നെയാണ് ഈ സമരം. NTA-ക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് CBI അന്വേഷണത്തിൽ. ഇല്ല, ഈ അന്വേഷണത്തിനകത്ത് ക്ലീൻ ചിറ്റ് നൽകിയത് കൊണ്ട് 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. വെറുതെ ആത്മഹത്യ ചെയ്തതാണോ? അതിനുശേഷമല്ലേ നീറ്റിൻ്റെ പ്രശ്നം വന്നതിന് ശേഷമല്ലേ പിന്നീട് നെറ്റിൻ്റെ അധ്യാപകരെ നിയമിക്കുന്ന പരീക്ഷയ്ക്ക് ഉൾപ്പെടെ കുഴപ്പം. അധ്യാപകരെ നിയമിക്കുന്ന പരീക്ഷയ്ക്കും എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒക്കെ നിശ്ചയിക്കുന്ന പരീക്ഷയ്ക്ക് അപകടം വന്നാൽ തെറ്റായ ആളുകൾ ആ സർവീസിലേക്ക് കയറുമെന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലീൻ ചിറ്റ് വന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കുറ്റവാളി ഇന്നയാളല്ലെന്നൊക്കെ ക്ലീൻ ചിറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം തെറ്റായിരുന്നു, ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു, ആൻസർ തെറ്റായിരുന്നു, പരീക്ഷ തെറ്റായിരുന്നു തെളിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇവർ സിസ്റ്റം കൃത്യമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. CJP-ക്കാരെ തീവ്രവാദികളെന്ന വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു. ആദ്യഘട്ടത്തിൽ ഇവർ B ടീം ഓഫ് അല്ലേ ടെററിസ്റ്റ് എന്ന് പറഞ്ഞ്, ടെററിസ്റ്റുകളുടെ B ടീം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഇപ്പോൾ അവർക്ക് അങ്ങനെ അല്ലല്ലോ. കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള അംഗീകാരം വരുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത്, ഞങ്ങളിതുപോലെ ഞങ്ങളൊക്കെ മുൻ SFI പ്രവർത്തകരാണ്. ഇത്ര ഒരു അജിറ്റേഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്തും ഇതൊരു ന്യായമായ അജിറ്റേഷനാണ്. അജിറ്റേഷൻ നടത്തുമ്പം ആ അജിറ്റേഷൻ എടുത്തൊക്കെ ഞങ്ങൾ വന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിനകത്തുണ്ടാകുന്ന എത്രയോ വലിയൊരു പ്രശ്നമാണ്. അത് ഗവൺമെൻറ് കാണുന്നില്ല. എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും സമരം ചെയ്യുന്നവരെ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആ പ്രശ്നം തീരാൻ പോകുന്നില്ല.